സ്ഥലത്തിന്റെ അർത്ഥതലത്തിൽ വളരെ അകലെയാണെങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രാർത്ഥന യോഗത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതൊക്കെ ക്രമീകരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അച്ഛന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കപ്പിത്താന്റെ ശക്തി കഴിവ് മനസ്സിലാക്കുന്നത് ശാന്തമായ കടലിലൂടെ കപ്പൽ നയിക്കുമ്പോഴല്ല, മറിച്ച് തിരമാലകൾ കൊണ്ട് നിറഞ്ഞ കടലിലാണ് കപ്പിത്താന്റെ ശ്രേഷ്ഠത അറിയുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വലിയ വിജയം. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ജീവിത പ്രയാസങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ച വേദപുസ്തകത്തിൽ നമുക്കൊക്കെ പരിചിതമായ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കാം എന്നാണ് എന്റെ പ്രതീക്ഷ. വ്യക്തമായി കേൾക്കാമല്ലോ? നിങ്ങൾ ശരിക്ക് കേൾക്കാവോ? സൗണ്ട് ഇന്ററപ്ഷൻ ഒന്നും ഇല്ലല്ലോ? കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, "Abide in me and I will abide in you." എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധികളും വേദനയും ദുഃഖവുമൊക്കെ ശിഷ്യന്മാരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോഴാണ് യേശുക്രിസ്തു ഈ വാക്യം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അവസാനിക്കുമ്പോൾ യേശുക്രിസ്തു തന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും താൻ ബന്ധിക്കപ്പെടുവാൻ പോകുന്നു എന്നത് തന്റെ ശിഷ്യന്മാരുടെ കർത്താവ് തുറന്നു പറഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിവരണത്തിൽ 11-ാം അധ്യായം വിവരിക്കുമ്പോൾ ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ യഹൂദിയിൽ നിന്ന് മാറി യോർദാൻ അക്കരെ കെദ്രോൻ തോട്ടിന്റെ സൈഡിൽ യേശുക്രിസ്തു ശിഷ്യന്മാരും പോയി താമസിക്കുകയാണ്. എന്നാൽ ലാസറിന്റെ മരണത്തോടെയാണ് യഹൂദിയിലേക്ക് കർത്താവ് കടന്നു വരുന്നത്. വലിയ പ്രതിഷേധങ്ങളും യേശുക്രിസ്തുവിനെതിരായ ശക്തമായ യഹൂദന്മാരുടെ ഗൂഢാലോചനയും നീക്കങ്ങളും ഒക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം കർത്താവ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നു. ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലായാലേ നിങ്ങൾക്ക് ഈ വേദഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഒന്നാമത് യേശു പറഞ്ഞത്, കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് വിതിൻ ഫ്യൂ ഓർ ലിറ്റിൽ ടൈം യു വിൽ നോട്ട് സീ മീ. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വളരെ പ്രതീക്ഷയോടെ കർത്താവിനെ അനുധാവനം ചെയ്ത 12 അപ്പോസ്തലന്മാർ, യേശുക്രിസ്തുവിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ശിഷ്യ സമൂഹം, അവരുടെ എല്ലാം മനസ്സിൽ യേശുക്രിസ്തു യഹൂദന്മാരുടെ രക്ഷയ്ക്കായി കടന്നു വന്ന രാജാതിരാജാവായ മശിഹായാണ്. ഞാൻ പറയുന്ന വാക്ക് ചിലർക്കൊക്കെ മനസ്സിലായേക്കും. എക്സ്പെക്ടേഷൻ ഓഫ് റോയൽ മെസായ, ഒരു രാജകീയ മശിഹായെ കുറിച്ചുള്ള പ്രതീക്ഷ, രാജ്യ സംസ്ഥാപനം, റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന വിമോചകനായ ശക്തനായ ഒരു നേതാവ്. ഇതൊക്കെയാണ് യേശുക്രിസ്തുവിൽ ശിഷ്യന്മാരും ഇസ്രായേലിൽ തന്നെ അനുധാവനം ചെയ്തവരും വീക്ഷിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷകളുടെ മധ്യേ യേശു പറയുകയാണ്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല. ഒന്നാമത് ദ സ്പാൻ ഓഫ് ജീസസ് ലൈഫ്, യേശുക്രിസ്തുവിന്റെ ജീവിത ദൈർഘ്യം 33 വർഷമേ ഉള്ളൂ. അതിൽ 3.5 വർഷമേ ആയിട്ടുള്ളൂ ഇപ്രകാരം ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട്. അപ്പൊ വളരെ ഷോർട്ട് ടൈമിൽ പ്രവർത്തിച്ചിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്,
കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല. വലിയ ആഘാതം ശിഷ്യന്മാരുടെ മനസ്സിൽ. ഇറ്റ് വാസ് എ വെരി വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ദാറ്റ് ദി ഡിസൈപ്പിൾസ് ഫേസ്ഡ്. ഡിസൈപ്പിൾസ് അഭിമുഖീകരിച്ചത് വളരെ പ്രയാസപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. വൺ എമംഗ് യു ഈസ് എ ബിട്രയർ. ഇപ്പൊ തന്നെ പള്ളിയിൽ നിന്ന് അച്ഛൻ പറയുകയാണ്, ഈ ഇടവകക്കാരിൽ ഒരുത്തൻ ഒറ്റുകാരനാണ്, ഈ ഇടവകയെ അങ്ങേര് നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇടവകയുടെ നിലവിലുള്ള ഹാർമണി മുഴുവൻ പോകും. ശിഷ്യ സമൂഹത്തിൽ 12 പേരിൽ നിലനിന്നിരുന്ന ഐക്യവും സർവ പ്രതീക്ഷയും തീരുകയാണ്. പരസ്പരം ശിഷ്യന്മാർ ചോദിക്കാൻ തുടങ്ങി, ആമായി ഞാനാണോ അത്? യേശുവിനോടും ചോദിക്കാൻ തുടങ്ങി, ഞാനാണോ അത്? അപ്പൊ ശിഷ്യന്മാരിൽ അവരുടെ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം തന്നെ തകർന്നു. വളരെ ഡിസ്ട്രാക്ഷൻ ആൻഡ് ഡിസോർഗനൈസ്ഡ് സിസ്റ്റം occurred because of Jesus' statement. യേശു ക്രിസ്തുവിന്റെ ഈ പ്രസ്താവന മുഖാന്തരം വളരെ വിഷമിച്ച ഒരു സാധ്യത ശിഷ്യ സമൂഹത്തിനുണ്ടാകുന്നു. മൂന്നാമത് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ കഷ്ടം അനുഭവിക്കാൻ പോവുകയാണ്, എന്നെ യഹൂദന്മാർ കൊല്ലും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ ആദ്യത്തെ 2 പ്രസ്താവനകളുടെ ആഘാതം കൊണ്ട് മൂന്നാമത് പറഞ്ഞ കഷ്ടാനുഭവം, മരണം, ഉയർപ്പ് അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ 3 വാക്കുകളുടെ പശ്ചാത്തലത്തിൽ, ഈ 3 പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഇന്ന് നിരാശരായ, യാതൊരുവിധ ലക്ഷ്യവുമില്ലാത്ത, പ്രതീക്ഷകൾ നശിച്ച ഒരു സമൂഹമാണ്. വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പരിച്ഛേദം, എ ക്രോസ് സെക്ഷൻ that we can see among the disciples. They didn't have a hope. They didn't have the feeling of organization. They didn't have the feeling of salvation. They thought everything in a desporatic attitude. Everything goes to a decay. എല്ലാം നാശത്തിലേക്ക് പോകുന്നു, സർവ്വതും നശിച്ചു എന്ന് ശിഷ്യന്മാർ ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ഈ കൊറോണ കാലഘട്ടം പലരുടെയും മനസ്സിൽ വലിയ നിരാശ ഉളവാക്കുന്നു. വാക്സിനേഷനൊക്കെ ആയി എങ്കിലും രോഗം, ജോലി നഷ്ടപ്പെട്ടത്, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരാശാജനകമായ സാഹചര്യമാണ്. കൊറോണ കാലഘട്ടം അല്ലെങ്കിൽ പോലും ചില ആളുകളുടെ ജീവിതം, അവരുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വിഘാതം സംഭവിക്കുന്നു. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പര വിശ്വസ്തതയും സ്നേഹവും നഷ്ടപ്പെടുന്നു. ചിലരുടെയൊക്കെ എങ്കിലും ജീവിതത്തിൽ മാരകമായ രോഗം വന്ന് എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന ചിന്ത കണ്ടേക്കാം. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നൊരു കാഴ്ചപ്പാട് എങ്ങനെ സഹിക്കും? നിങ്ങൾ ഓർത്തു നോക്കിക്കേ, യേശു പറയുന്നത് ഞാൻ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും, കഷ്ടാനുഭവത്തിന് പോവുകയാണ്. അപ്പം എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിക്കേ, ഇനിയും 2-3 ആഴ്ച കൂടെ ഉള്ളൂ, മരിച്ചു പോകും എന്നൊരു ചിന്ത വന്നാൽ എന്തായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട്? അതാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം. അവിടെയാണ് among the midst of this desperate situation, ആശ നശിച്ച, നിരാശയിലായി സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു പറയുന്നത്, abide in me, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നതിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, രോഗത്തിന്റെ വിഷമത്തിലായിരിക്കുന്നവർ, ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് ശിഥിലീകരണം സംഭവിച്ചവർ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരേണ്ടിയ ഒരു പ്രധാനപ്പെട്ട വാക്യമാണിത്. നമ്മുടെ ദുരിതത്തിന്റെ നടുവിൽ, കഷ്ടപ്പാടിന്റെ നടുവിൽ, നാം അഭിമുഖീകരിക്കുന്ന പ്രയാസത്തിന്റെ നടുവിൽ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു, ദൈവവചനം നമ്മോട് പറയുന്നു, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. സഹോദരങ്ങളെ, ഒന്നാമത്, ദിസ് ഈസ് എ മെസ്സേജ് ഓഫ് പീസ് ആൻഡ് കൺസോലൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇതൊരു കൺക്ലൂഡിങ്, ഒരു സമാപന സന്ദേശമാണ്. പക്ഷെ ഈ സന്ദേശം
വലിയ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും സന്ദേശമാണ്. ഇന്ന് നമുക്കില്ലാത്തത് സ്വസ്ഥതയും സമാധാനവുമാണ്. ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല വാർത്തകളാണ്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു സമാധാനമാണ്, യേശു ക്രിസ്തു സ്നേഹമാണ്, യേശു ക്രിസ്തു അനുരഞ്ജനമാണ്, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശയാണ്. അവിടെയാണ് ഈ വാചകത്തിന്റെ അർത്ഥം. മാലാഖമാർ വന്ന് കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ഇടയന്മാരോട് അറിയിക്കുന്നു. എന്താ പറയുന്നതെന്നറിയാമോ? സർവ ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ആ കർത്താവാണ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു, എനിക്കറിയാം. പക്ഷേ abide in me, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. എന്തൊരാശ്വാസമാണ് സഹോദരങ്ങളെ. ഇപ്പം രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ 2-3 ദിവസത്തിനകം മരിക്കും. അദ്ദേഹത്തിന്റെ അരികെ ചെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, നീ പാപിയായതുകൊണ്ടാണ്, രോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ രീതിയിലുള്ള വലിയൊരു വാചക പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച്, വാഴ്ത്തപ്പെട്ട സ്വർഗീയ ദൈവമേ, രോഗിയായി കിടക്കുന്ന ഞങ്ങളുടെ മാത്യുവിനെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അപ്പം രോഗിയായി മാത്യുവിന്റെ മനസ്സിൽ ഇരിക്കുന്നത് എന്റെ രോഗം ആകപ്പാട് എന്തോ ശാപമാണ്. അതേസമയം പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെയും ജാക്കോച്ചുവിനും ഒക്കെ നല്ല വിശുദ്ധന്മാരാണ്. ഇതൊന്നുമല്ല ആധ്യാത്മികത, ഇതൊന്നുമല്ല വേദപുസ്തകം. രോഗിയായ മനുഷ്യരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നമുക്ക് പകർന്നു കൊടുക്കാനുള്ള സന്ദേശം ഈ ആശ്വാസത്തിന്റെ സന്ദേശമാണ്. കർത്താവിൽ വസിപ്പീൻ, കർത്താവിൽ വസിപ്പീൻ. യേശു ശിഷ്യന്മാരോട് പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്തൊരു ശക്തമായ ചിന്ത! നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ നടുവിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന രോഗത്തിന്റെയും മരണത്തിന്റെയും പ്രതിസന്ധിയുടെയും, നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പീഡനത്തിന്റെയും ഒക്കെ നടുവിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സഹോദരങ്ങളെ, നമ്മൾ രോഗികളാണെങ്കിലും ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിലും നമ്മൾ യേശു ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളിൽ വസിക്കും. ഈ പരിശുദ്ധ സഭയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പൗലോസ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലും 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലും ഒക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമേജ്, മാതൃക എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട 3 മാതൃകയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു മാതൃക, സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. അതുപോലെ തന്നെ സഭ ക്രിസ്തുവിന്റെ മന്ദിരമാകുന്നു. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു. സഭ ക്രിസ്തുവിന്റെ മന്ദിരമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സഭ ഞാനും നിങ്ങളുമാണ്, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യം, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ രോഗം ഒരു പ്രശ്നമല്ല. ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ മരണം കൊണ്ട് നമ്മൾ അവസാനിക്കത്തില്ല. എന്തുകൊണ്ടാ നമ്മൾ ഈ വാങ്ങിപ്പോയവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? കാരണം യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് പരിശുദ്ധ സഭ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, കർത്താവ് യേശു ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയപ്പെടുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ആത്മീക ഗ്രഹമായി വളരുന്നു. ആത്മീക ഗ്രഹമായി വളരുന്നു. അപ്പൊ സഭയിൽ നമ്മൾ മാത്രമല്ല, ഇന്ന് മാമോദീസ മുങ്ങി സഭയോട് ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയും ഇതിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലാണ്. ശരീരപ്രകാരം ഈ സഭയിൽ നിന്ന് വാങ്ങിപ്പോയവരും ഇതിന്റെ അടിസ്ഥാന ശിലകളായി സഭയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് പണിതുകൊണ്ടിരിക്കുന്ന പണിതീരാത്ത കെട്ടിടമാണ് പരിശുദ്ധ സഭ. സഭയിൽ യേശു ക്രിസ്തു വസിക്കുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. എല്ലാറ്റിലും ഉപരി സഭ ക്രിസ്തുവിന്റെ മന്ദിരമാണ്. മന്ദിരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതലം യേശു ക്രിസ്തു സഭയിൽ വസിക്കുന്നു. യേശു ക്രിസ്തു സഭയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നിലും നിങ്ങളിലും വസിക്കുന്നു. നാളെ ചിലപ്പോൾ മരിച്ചു പോയേക്കാം, മാരകമായ രോഗം നമ്മളെ ബാധിച്ചേക്കാം.
ഇതൊന്നും ഒരു വിഷയമല്ല. വിഷയം ഭൗമിക തരത്തിൽ വിഷയമാണ്. നമുക്കറിയാം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്നാൽ ആത്യന്തികമായി ഇതിനപ്പുറമായ ഒരു ജീവിതം, ആ പ്രത്യാശ നൽകുന്ന സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും സന്ദേശമാണിത്. പത്രോസ്ലീഹായും യാക്കോബും യോഹന്നാനും തോമാസ്ലീഹായും ഒക്കെ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായതിന്റെ കാരണം ഈ വാക്യത്തിന്റെ പ്രചോദനം, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. യേശു ക്രിസ്തു ലാസറിന്റെ മരണത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിന്റെ മരണമായിരുന്നു. ലാസറിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന മാർത്തയോടും മറിയോടും പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്കറിയാം. അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ യഥാർത്ഥത്തിൽ ഈ വാക്യം നമുക്ക് ആശ്വാസം നൽകട്ടെ. നമ്മൾ കർത്താവിൽ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. രണ്ടാമത്, ഈ വാക്യം, ഈ സന്ദേശം, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ളത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചുള്ള ഗൗരവമായ മുന്നറിയിപ്പാണ്. ഗൗരവമായ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല. ഈ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിൽ ശരീരത്തിനെ, നമ്മളെ വ്യക്തിത്വത്തിന്റെ 3 ഘടകങ്ങൾ, പേഴ്സണാലിറ്റിയിലെ 3 ഘടകങ്ങൾ, ആത്മാവ്, ശരീരം, മനസ്സ് എന്ന് നമ്മൾ പറയും. ദേഹം, ദേഹി, ആത്മാവ്. അതിൽ ആത്മാവ്, അതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ കേന്ദ്രമായി പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ആത്മാവിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ പറയുന്നത്, ശരീരവും മനസ്സും, നമ്മുടെ ബുദ്ധിയും ശരീരവും ദൈവത്തിന്റെ ആത്മാവിൽ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആത്മീയരായി. അതുകൊണ്ടാണ് പ്രാർത്ഥനയും ആത്മീക ജീവിതത്തിന്റെ മറ്റ് ഡിസിപ്ലിനുകളൊക്കെ നമ്മൾ നടത്തുന്നതിന്റെ കാരണം ആത്മാവിൽ കേന്ദ്രീകരിച്ച് വളരാനാണ്. എന്നാൽ അതേ സമയം തന്നെ ഈ ശരീരത്തിനൊരു പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് ശരീരം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നത് ഒരു സാൻമാർഗിക ജീവിതത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. നമ്മൾ മാമോദീസയിലൂടെ ദൈവത്തിന്റെ മക്കളായി, നിത്യജീവന്റെ അവകാശം നമുക്ക് ലഭിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. കാരണം we are the temple of God Almighty. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പൗലോസ്ലീഹ ദുർനടപ്പിനെ കുറിച്ചും തിന്മപ്പെട്ട സാഹചര്യത്തെ കുറിച്ചും എതിർത്ത് പറയുന്നതിന്റെ അടിസ്ഥാനം, പൗലോസ് പറയുന്നു, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച്, ദൈവിക പദ്ധതി അനുസരിച്ച് വിശുദ്ധരായി ജീവിപ്പാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, abide in me and I will abide in you and you became my temple. നിങ്ങൾ എന്റെ മന്ദിരങ്ങളാണ്. അതുകൊണ്ട് മറ്റെല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾക്ക് പറയാൻ ഒക്കത്തില്ല, പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ സാൻമാർഗികതയെക്കുറിച്ച്, മൊറാലിറ്റിയെക്കുറിച്ച് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്ന് സന്ധ്യ മുതൽ 3 നോയമ്പിന്റെ പ്രാർത്ഥനയും നാളെ മുതൽ 3 നോയമ്പും ആരംഭിക്കുകയാണല്ലോ. ആത്മീകമായി വളരുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ച വിശുദ്ധ മാമോദീസയുടെ അനുഭവത്തിൽ ഞാനും നിങ്ങളും വളരണം. ഇന്ന് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, പ്രാർത്ഥനയോഗമുണ്ട്, പള്ളിയിൽ ആരാധനയ്ക്ക് ആളുകൾ വരുന്നുണ്ട്, യുവജന പ്രസ്ഥാനം, പ്രാർത്ഥനയോഗം, സൺഡേ സ്കൂൾ, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ കർത്താവ് നമ്മിൽ വസിക്കുന്നു, കർത്താവ് നമ്മുടെ ദൈവമാണ്.
രക്ഷകനാണ്. ഈ ബോധ്യം നമുക്കുണ്ടോ? ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾക്കറിയാം, 10-12 വർഷം സൺഡേ സ്കൂൾ പഠിച്ചു. സൺഡേ സ്കൂൾ പഠിത്തം എല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് എവിടെയെങ്കിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പോയി. അവിടെ ചെല്ലുമ്പം അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ചിലരുടെ പിന്നാലെ അങ്ങ് പോവുകയാണ്. കഴിഞ്ഞിടെ ഒരു പെങ്കൊച്ച്, അവളെ ഒരു വീട്ടിൽ മാതാപിതാക്കളുടെ ഏക മകളാണ്. ആ മാതാപിതാക്കളെ നല്ലപോലെ കഷ്ടപ്പെട്ട് എല്ലാ ഭാഗ്യ അവസ്ഥയും നൽകി. എന്ന് വെച്ചാൽ ഇന്ന് പിള്ളേരെ നമ്മൾ ദൈവത്തെ പോലെയല്ലേ കരുതുന്നു, രാജാക്കന്മാരെ പോലെ. അങ്ങനെ വളർത്തിയ പെങ്കൊച്ച്. അവളും ഫാദറോട് വന്നു, അവിടെ പിതാവോട് വന്നു. അവളിപ്പം വർക്ക് ചെയ്യുന്നത് ഒരു എഞ്ചിനീയർ ആയിട്ടാണ്, നല്ലൊരു കമ്പനിയിലെ എഞ്ചിനീയറാണ്, MS ഒക്കെ കഴിഞ്ഞ. അപ്പൊ അവിടെ കല്യാണം, അതാണ് വിഷയം. MGO സിസത്തിലും സൺഡേ സ്കൂളിൽ നന്നായി പഠിച്ച പെങ്കൊച്ചാണ്. MGO സിസത്തിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. വന്ന് വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പം ഒരു അന്യജാതിക്കാരനെയാണ് കെട്ടാൻ പോകുന്നത്. അപ്പൊ അവളോട് ഈ അന്യജാതിക്കാരനെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ ഒക്കുവോ, അവൻ പള്ളി ചേർന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പം ആ പെങ്കൊച്ച് വളരെ ഈസി ആയിട്ട് പറയും, ഓ അവരെങ്ങും വരത്തില്ല, അവരെങ്ങും വരത്തില്ല. ആ കൂട്ടത്തിൽ പറഞ്ഞത് അവരൊക്കെ ഭയങ്കര സ്റ്റോഞ്ചാണ്, ഭയങ്കര മതഭക്തിയാണ്, അതുകൊണ്ട് അവർ വരത്തില്ല. ചുരുക്കി പറഞ്ഞ ഒരു ഇസ്ലാം പയ്യനാണ്. ആ കൂട്ടത്തിൽ അവള് പറഞ്ഞ അച്ഛൻ കല്യാണത്തിന് പറഞ്ഞു, ഞങ്ങൾ രണ്ടുകൂടെ ഇവിടെ വരാം, അച്ഛൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. അവക്ക് വേറൊരാള് തുറന്നു പറയുന്ന ഒരു വിഷയം, പള്ളി വെച്ച് ഒരു പ്രോഗ്രാം നടത്താൻ അവള് തയ്യാറാണ്. ഞാൻ ചോദിച്ചു, നീ ഏതായാലും ഇനി ഇസ്ലാം മതത്തിലേക്ക് പോവുക, പള്ളി വെച്ച് എന്തിനാ പ്രോഗ്രാം നടത്തുന്നത്? അപ്പൊ പറഞ്ഞ വാചകം, എന്റെ ഫ്രണ്ട്സ് ഒക്കെ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ പള്ളി വെച്ചുള്ള ഒരു ഫോട്ടോ കാണിക്കാമല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഇതാ നമ്മുടെ മതഭക്തി. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത്രയും നാൾ ആ കൊച്ചിന് വിശുദ്ധ കുർബാന കൊടുത്തു. എന്തൊരു ഭക്തിയിലാണ് വന്ന് കുർബാനയ്ക്ക് അനുഭവിക്കുന്നത്. കായിക സംഘം, MGO സീസൺ, പാട്ട് മത്സരം, എല്ലാത്തിലും. ഞാൻ ഒരു തരത്തിലും ആ കുട്ടിയുടെ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അതേസമയം എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. എന്താ കുറ്റബോധം? ഇത്രയും നാൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന നൽകിയിട്ടും മതപ്രബോധനമൊക്കെ നൽകിയിട്ടും ഉപേക്ഷിക്കാവുന്ന ഒരാളല്ല യേശു എന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ അതിൽ ഞാൻ പരാജയപ്പെടുകയാണ്. ഞാനിത് പറയുന്നത് എന്നെ കുറിച്ച് മാത്രമല്ല. നിങ്ങളെ മാതാപിതാക്കളെ പ്രാർത്ഥനയോഗമൊക്കെ നടത്തുന്നു, എന്ത് ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനൊത്തിരി സോഷ്യൽ റീസൺസ് പറയാം. ആ പെങ്കൊച്ചു വളരെ യുക്തിപൂർവ്വം എന്നോട് പറഞ്ഞു, ഞാൻ പഠിക്കാൻ ചെന്നിടത്തൊന്നും നമ്മുടെ പിള്ളേർ വളരെ കുറവാണ്, അതുപോലെ തന്നെ ജോലിക്ക് ചെന്നിടത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടും കോവർക്കേഴ്സായിട്ടും കിട്ടിയത് ഇദ്ദേഹത്തെയാണ്. നല്ല മനുഷ്യനാണ് അച്ഛൻ, നല്ല മനുഷ്യനാണ് അച്ഛൻ. പ്രണയത്തിന്റെ പേരിൽ, ചില പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഒരു മടിയില്ലാതെ യേശുവിനെ ഉപേക്ഷിക്കുക. മക്കളെ, കർത്താവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ. ഈ ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കാൻ സൺഡേ സ്കൂളിലോ MGO സിസ്റ്റത്തിലോ പള്ളിയിലോ മാത്രമല്ല, മാതാപിതാക്കളും അതിൽ സഹകരിക്കണം. പല മാതാപിതാക്കളും, ഞാൻ ഈ പറഞ്ഞ പ്രത്യേക കേസിൽ ആ പിതാവ് അങ്ങനെ ഇതെല്ലാം അംഗീകരിക്കുക. എന്താ ഇന്ന് ഈ നോൺ ഡിനോമിനേഷനിലും അതുപോലെ തന്നെ ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ചുള്ള ചിന്തയൊക്കെ വന്നാൽ ദൈവം ഏകനല്ലേ? മക്കളെ, യേശു ക്രിസ്തു കുറഞ്ഞത് കഴിഞ്ഞിട്ട് കാണുകയില്ല എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. ഞാൻ മരിക്കുമെന്നും കഷ്ടം അനുഭവിക്കുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാരോട് പറയുന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നും പറയുന്നു. തന്റെ വിലയേറിയ കഷ്ടാനുഭവത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ ഓർക്കണം, ബാക്കി പല മതങ്ങളിലും കാണുന്നത്
മതപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും ചില കഥകളിലെ കഥാപാത്രങ്ങളെയുമാണ്. എന്നാൽ നസ്രായക്കാരൻ യേശു അങ്ങനെയല്ല. പിതാവിന്റെ മാർവിൽ നിന്ന് ഇറങ്ങി വന്ന് കന്യകയുടെ ഉദരത്തിൽ വസിച്ച് നമുക്ക് വേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായത് മനുഷ്യപുത്രന്മാരായി നമ്മളെ ദൈവമക്കളാക്കി തീർക്കുവാൻ. നമുക്കൊരിക്കലും നമ്മുടെ കർത്താവിനെ ഉപേക്ഷിക്കുവാൻ ഇടവരരുത്. അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾക്ക് മരണം അഭിമുഖീകരിക്കേണ്ടി വരും, പീഡനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, ശക്തമായ എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇന്ന് ഈ പ്രാർത്ഥന യോഗത്തിൽ ഈ ചിന്ത മനസ്സിലൊന്ന് ശക്തമാകണം. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. നാളെ കാണുന്ന ഒരു ചെറുക്കന് വേണ്ടിയിട്ടോ ഒരു പെണ്ണിന് വേണ്ടിയിട്ടോ ജോലി ഉപേക്ഷിച്ചാലും, ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും, ജീവൻ തന്നെ പോകേണ്ടി വന്നാലും യേശുവിനെ ഉപേക്ഷിക്കരുത്. കാരണം ഈ ജീവിതത്തിൽ 10-70 വർഷമേ ഉള്ളൂ. എന്നാൽ ദൈവം നമുക്ക് നൽകുന്നത് നിത്യജീവന്റെ മനോഹര അനുഭവമാണ്. ആ വലിയ താലന്തും ആ ജീവിതത്തിന്റെ വിശുദ്ധിയും സർവശക്തൻ തരുന്ന അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്താൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ ഒന്നാമത് പറഞ്ഞു, ഇത് ശ്രേഷ്ഠമായ സമാധാനത്തിന്റെ സന്ദേശമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇത് ധാർമ്മിക ജീവിതത്തിന്റെ മുന്നറിയിപ്പാണ്. മൂന്നാമത് വലിയൊരു ഐക്യ സന്ദേശമാണിത്. വലിയൊരു ഐക്യ സന്ദേശം. It is a message of reconciliation. It is a message of unification and unity. എന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം ഭിന്നതകളും സഭാ പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നോ ആരെയും നീതീകരിക്കുന്നോ ഇല്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ദൈവിക പാതയിൽ ജനസമൂഹത്തെ നടത്തേണ്ട നേതൃത്വം, അവിടെ ദൈവം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ സഹോദരങ്ങളെ ഭിന്നതകൾ രൂക്ഷമാണ്. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, നിരുവായ നോമ്പ് ആരംഭിക്കുന്നു. ദൈവത്തിന്റെ പ്രവാചകൻ, അദ്ദേഹം ദൈവത്തെ അനുസരിക്കുന്നില്ല. അരുതാത്ത വഴിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഇനി എങ്ങനെ കടൽ ഇളകാതിരിക്കും, കപ്പൽ മുങ്ങാതിരിക്കും? ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ മുങ്ങിപ്പോകും. അവിടെയാണ് സാക്ഷ്യമില്ലാത്ത ആധ്യാത്മിക നേതൃത്വം. അത് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളാണെങ്കിലും, പള്ളിയിൽ അച്ഛനാണെങ്കിലും, ഇടവകയിൽ, സഭയിൽ, സമൂഹത്തിൽ എത്ര പ്രധാനപ്പെട്ട ആളുകളാണെങ്കിലും ഭിന്നതകൾ രൂക്ഷമായി തീരും. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇത് വളരെ ശക്തമാണ്. നമ്മൾ ഓർക്കും, ശിഷ്യന്മാരെല്ലാം വളരെ വിശുദ്ധന്മാരായി കർത്താവിനോട് കൂടെ നടന്നവരെന്ന്. സത്യം, അവർ വിശുദ്ധരാണ്. അപ്പോസ്തലന്മാർ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ യേശുവിനെ അനുധാവനം ചെയ്യുന്ന അപ്പോസ്തലന്മാരുടെ മനസ്സിലും സ്ഥാനവും സിംഹാസനവും ഒക്കെയാണ് മനസ്സിലിരിക്കുന്നത്. കാരണം അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഐഹിക രാജ്യം യേശു സ്ഥാപിക്കും. അങ്ങനെ ഒരു ഐഹിക രാജ്യം സംസ്ഥാപിച്ചാൽ അവിടെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം, അതാണ് ശിഷ്യന്മാർ പ്രതീക്ഷിക്കുന്നത്. അതാണ് ശിഷ്യന്മാരുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഭിന്നിപ്പ് വളരെ ഉണ്ടായിരുന്നു. ആരാണ് ഞങ്ങളിൽ വലിയവൻ? അതാണ് 12 അപ്പോസ്തലന്മാരുടെ ഇടയിലെ പ്രധാന പ്രശ്നം. പത്രോസും യോഹന്നാനും യാക്കോബും തോമാസ്ലിംഗയും ഒക്കെ അവരുടെ ഉള്ളിലിരിപ്പ്, ആരാണ് ഞങ്ങളിൽ വലിയവൻ? കർത്താവ് ഒത്തിരി പറഞ്ഞു, ഇടർച്ച ഉണ്ടാക്കരുതേ, ഇടർച്ച ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം. ഇതെല്ലാം പറഞ്ഞിട്ടും മാറുന്നില്ല. കർത്താവിനോടുള്ള സ്നേഹം യൂദാശ്ലീഹായ്ക്ക് വെറുപ്പായി മാറി. കാര്യം യൂദായുടെ പദ്ധതിയിൽ യേശു വരുന്നില്ല. നമ്മുടെ പദ്ധതിയിൽ ദൈവം വരുന്നില്ലെങ്കിൽ നമുക്ക് വെറുപ്പാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഓർത്ത് പരീക്ഷ എഴുതി തോറ്റുപോയി, പിന്നെ ദൈവത്തെ വെറുക്കും. നമ്മളെ സ്നേഹിച്ച് അതേ ആളെ തന്നെ വിവാഹം കഴിക്കണമെന്നായി. അത് നമ്മുടെ പദ്ധതിയല്ലേ. പക്ഷെ പദ്ധതി പാളിയാൽ പിന്നെ ദൈവം വേണ്ട. ഇന്ന് മാതാപിതാക്കളോട് വഴക്ക് പിടിച്ച് ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരെ പോലെ
രാത്രി 1 മണി വരെ വാട്സപ്പ് നോക്കി വേണ്ടാത്ത വീഡിയോ കണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഇതൊന്നും മനസ്സിലാകുകയില്ലെന്നാണ് മക്കളുടെ വിചാരം. അത് മനസ്സിലായി നീ ഇത് നോക്കരുതെന്ന് പറഞ്ഞോ, അന്നേരെ മരിക്കുക. എന്തൊരു ഗതികേട്! കാരണം നമ്മുടെയൊക്കെ ഫോക്കസ്, ലക്ഷ്യങ്ങൾ വേറെ രീതിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാഴ്ചപ്പാടുകളിലേക്ക് തിരികെ വരണം. കർത്താവ് എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാവോ? ഇത്രമാത്രം ഭിന്നതയും ശിഷ്യന്മാർ തമ്മിലുള്ള വിദ്വേഷവും കൂടിയപ്പോൾ യേശുക്രിസ്തു അരയിൽ തൂവാല് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകി. എന്നിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് കർത്താവിന്റെ വാക്ക് അനുരഞ്ജനത്തിന്റെ സന്ദേശമായി പരിണമിക്കുന്നത്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പിന്നെ ഭിന്നതയ്ക്ക് അർത്ഥമില്ല. സഭ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇമേജ് ഓഫ് ഓർഗനൈസേഷൻ. ഇമേജ് ഓഫ് ഓർഗനൈസേഷൻ. ഞാനും നിങ്ങളും എല്ലാം ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ്. മൂക്ക് പറയുക, പൗലോസ് പറയുന്നത് ഇങ്ങനെയാ, മൂക്ക് പറയുക ഞാൻ കണ്ണല്ലാത്തത് കൊണ്ട് ഞാൻ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് മൂക്കിന് പറയാൻ ഒക്കുവോ? ഞാൻ കൈ അല്ലാത്തത് കൊണ്ട് ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് കാലിന് പറയാൻ ഒക്കുവോ? എന്താണ് ഇന്റഗ്രിറ്റി? എന്താണ് യൂണിറ്റി? എല്ലാരും പാത്രികനും കാതോലിക്കായി ആകുന്നതല്ല സഭയിലേക്ക്. സഭയിൽ എല്ലാവരും വേണം. പുരോഹിതരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, ശുശ്രൂഷകരുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, വലിയ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം, പാച്ചോർ ഉണ്ടാക്കാൻ വലിയ ഉദ്യോഗസ്ഥൻ കാണത്തില്ല. അന്ന് പള്ളിയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് നല്ലപോലെ പാചകം ചെയ്യാൻ അറിയുന്നയാളാണ്. പല പള്ളികളിലും വലിയ സമർത്ഥരും വലിയ ഉദ്യോഗസ്ഥരൊന്നും അല്ല, ചില പാവപ്പെട്ട മനുഷ്യരാണ് ആ പള്ളിയിൽ കഷ്ടപ്പെടുന്നത് മുഴുവൻ. ഭാഗം ആർക്കും അമിത പ്രാധാന്യമൊന്നുമില്ല. എല്ലാവരും ഈ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അതിൽ ചെറുതും വലുതും, പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നതാണ് ശരീരം. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളിൽ ആരും വലിയവനെന്ന് ചിന്തിക്കണ്ട, അതിന് തർക്കിക്കുകയും വേണ്ട. എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവ് പറഞ്ഞൊരു വാക്കറിയാവോ? എന്റെ ഈ എളിയ സഹോദരന് ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അവന് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. കർത്താവ് അത്രമാത്രം ബലഹീനതയും പ്രയാസപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയും എല്ലാം കരുതുന്നു. ആ ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സമയം പോയി എന്ന് എനിക്കറിയാം, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ 4ാമതൊരു കാര്യം കൂടി എന്ന് പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം തന്നെ, ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് പീസ്. ഇതൊരു ആശ്വാസത്തിന്റെ നമ്മെ ദൈവസന്നിധിയിൽ സമാശ്വസിപ്പിക്കുന്ന സന്ദേശമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തേ, ഇതെന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മികതയെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. An indication about our morality. We are the temple of God Almighty. മൂന്നാമത്തേത്, it is the message for reconciliation and unity. അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും മനോഹര പാഠമാണ് ഈ വാക്ക്. ഒറ്റ കാര്യം കൂടെ പറയുക, this is a message for the reward that we have to receive, not in this world but to the world to come. വരുവാനുള്ള ലോകത്തിൽ വെച്ച് ഞാനും നിങ്ങളും പ്രാപിക്കുവാനുള്ള നിത്യജീവനെ കുറിച്ചുള്ള വലിയ സന്ദേശമാണിത്. യഥാർത്ഥത്തിൽ സഭാവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ ചരിത്ര ലോകത്തിലെ ജീവിതമല്ല. ചരിത്ര ലോകത്തിലെ ജീവിതമല്ല. കോവാഡീസ് എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Where are you going? Where are you going back? നീ എങ്ങോട്ടാണ് ഈ തിരിഞ്ഞോടുന്നത്? പത്രോസ്ലീഹ അദ്ദേഹത്തെ നീറോ ചക്രവർത്തി AD 60 ക്രൂശിക്കാൻ വേണ്ടി പിടിച്ചു. പത്രോസിനെ ക്രൂശിത്തി കൊല്ലണം. ഇത് പേടിച്ചിട്ട് പത്രോസ് ഓടിപ്പോയി, റോമിൽ നിന്ന് ഓടുകയാണ്. അപ്പോഴാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസിനോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഈ ഓട്ടം?
അപ്പൊ യേശുവിന്റെ കയ്യിൽ കുരിശുണ്ട്. അപ്പൊ പത്രോസ് ചോദിച്ചു, നീ എന്തിനു പോവുക? ഞാൻ വീണ്ടും യെരൂശലേമിലേക്ക് പോവുക, നിനക്ക് വേണ്ടി ഒന്നുകൂടെ കുരിശിൽ തറക്കി മരിക്കാൻ പോവുക. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, സഹോദരങ്ങളെ, 12 അപ്പോസ്തലന്മാരും യൂദ ഒഴികെ ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി. യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ 11 പേരും രക്തസാക്ഷികളായി. ആ രക്തസാക്ഷിത്വത്തിലേക്ക് അവരെ ഒരുക്കിയത് ഈ ഒരു വാക്കാണ്, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. അവർ വിസ്തരിക്കപ്പെട്ടപ്പോഴും മരണത്തെ അഭിമുഖീകരിച്ചപ്പോഴും പീഡകളുടെ നടുവിലൂടെ യാത്ര ചെയ്തപ്പോഴും അവർക്ക് ബോധ്യമുണ്ട്, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഓർത്തി, യേശു നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ് നമ്മുടെ നിത്യജീവന്റെ പ്രതീക്ഷ. ഈ മരണാസന്നരായി കിടക്കുന്ന രോഗികളുടെ അരികെ ചെന്ന് 7 വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, അത് കഴിഞ്ഞൊരു ധ്യാനം നടത്താം, വേറൊരുത്തർ ധ്യാനത്തിനുണ്ട്, കട്ടിലെ എഴുന്നേക്കാൻ മേലാത്തവര്. ഈ ഉള്ള പ്രാർത്ഥനയ്ക്ക് മുഴുവൻ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയി അവസാനം ഈ രോഗി രക്ഷപ്പെടുക എന്ന് വരുമ്പോൾ അങ്ങർക്കുള്ള ദൈവവിശ്വാസം കൂടെ പോകും കേട്ടോ. അതേസമയം പറഞ്ഞു കൊടുക്കേണ്ട രീതി ഓർക്കണം, മരിക്കട്ടെ, ദൈവത്തിൽ വസിപ്പീൻ, അവൻ നമ്മിലും വസിക്കും. ഈ മരണത്തിന് ശേഷം ഒരു നിത്യജീവന്റെ ശ്രേഷ്ഠ അനുഭവമുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതാ യേശു ക്രിസ്തു പറഞ്ഞത്. നിത്യജീവനെ കുറിച്ചുള്ള വലിയ സന്ദേശവും പാഠവുമായിരുന്നു ഇത്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ 16-ാം അധ്യായം മുതൽ മഹാപുരോഹിത പ്രാർത്ഥനയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ഇരിക്കും. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കരുത്, ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റണമെന്നല്ല, മറിച്ച് നീ ഇവരോട് കൂടി ഇരിക്കണം എന്നതാണ് എന്റെ പ്രാർത്ഥന. ആ വലിയ സ്വർഗീയ അനുഭവത്തെ കുറിച്ചുള്ള ബോധ്യം ഇത് ശിഷ്യന്മാർക്ക് നന്നായി മനസ്സിലായി. വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്മുടെ രോഗക്കിടക്കയിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമത്തിന്റെ നടുവിൽ യേശു നമ്മോട് കൂടെ ഉണ്ട്. അതാ വിശ്വാസം. അതുകൊണ്ടാണ് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്തു പറഞ്ഞു? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. നമ്മുടെ ഇതിലെ ജീവിതത്തിന്റെ ഏത് പ്രാരാബ്ദങ്ങളിലൂടെ കടന്നുപോയാലും നമ്മളെ ഭരിക്കേണ്ടത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് ഈ പ്രാർത്ഥനാ യോഗത്തിലൂടെയും പ്രതിദിന പ്രാർത്ഥനയിലൂടെയും നോയമ്പിലൂടെയും ഒക്കെ കിട്ടേണ്ടത്. അല്ലാതെ ഞാൻ 3 നോയമ്പ് ഈ വേള ഭംഗിയായി എടുക്കും, എന്തിനാ? അത് എനിക്ക് എൻ്റെ മകന് ജോലി കിട്ടണം, അല്ലെ മകൾക്ക് നല്ലൊരു കല്യാണം നടക്കണം, ഇങ്ങനെ വിഷയം മുമ്പിലോട്ട് വെച്ചോണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതല്ല പ്രാർത്ഥന. ദൈവം നടത്തിത്തരും, സത്യമാണ്. എന്നാൽ അതിലപ്പുറമായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്നറിയാവോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മളെക്കാളും ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദേശം നിത്യജീവനിലെ ദൈവത്തോടു കൂടെയുള്ള അനുഭവത്തിലെ വലിയ സന്ദേശമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ സൗഭാഗ്യം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഈ വാക്യം നിങ്ങൾ മറക്കരുത്. ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും, ചിലപ്പോൾ ഇപ്പൊ വിശാഖപട്ടണത്തൊക്കെ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നമ്മൾ നയിക്കുന്നത്. പഴയ പോലെ കുടിയേറ്റം നാട്ടിൽ നിന്നില്ല. അവിടുത്തെ ആളുകളുടെ ഇടയിലെ പ്രതിസന്ധികളും ഒക്കെ കാണും. പക്ഷെ മനസ്സിൽ കരുതുക, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യം എല്ലാ ശക്തിയും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥനത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും അതുപോലെ തന്നെ ചുമതലക്കാരെല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.